നിങ്ങൾ എന്തിനാണ് ഈ ബൺ മസ്കൊക്കെ വെക്കുന്ന പാവങ്ങളെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത്? അയ്യോ, അങ്ങനെ വെറുതെ തോന്നണ്ട. അയാളെ തല്ലിട്ടഞ്ഞ് ഭാഗ്യം. ഇടയ്ക്ക് കണക്ക് പിഴക്കളിയാ. അവിടെ ഇൻഗ്രീഡിയൻസ് അങ്ങനെയാണ് ഇങ്ങനെയാണ്. അവർ പാവങ്ങളല്ല, അവർ നന്നായിട്ട് കച്ചവടം ചെയ്ത് ജീവിച്ചു. നിങ്ങൾ ഇതിനെ ഉപദ്രവിക്കുന്നു. നീ പട്ടി നാറി, നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നോ? ഞാൻ നിന്റെ വീട്ടിനകത്ത് വന്നോ? നിന്റെ കുടുംബത്ത് കയറി വന്നോ? ഇല്ലല്ലോ. സുഹൃത്തുക്കളെ, ഇവരാരും പാവങ്ങളല്ല. നിങ്ങളൊക്കെ പാവങ്ങളാ, ഞാൻ മാത്രമുള്ളൂ ദുഷ്ടൻ. ഓക്കെ, നിങ്ങളെ കൊല്ലുന്ന ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് കച്ചവടം ചെയ്യുന്ന ഒരു പാവങ്ങളല്ല. അവരെ നിങ്ങളെ തുരന്ന് ജീവിക്കുന്നവരാ. വെറുതെ ഇല്ലാത്ത പറഞ്ഞ് നടന്നാലല്ലോ കുറിപ്പ. ഓപ്പരം പഠിച്ചൊന്നും ഞാൻ നോക്കൂല, ചവിട്ടി ചുമരുമ പറ്റിച്ചാൽ. നിങ്ങൾക്ക് സത്യം കേൾക്കുന്നത് തീരെ ഇഷ്ടമല്ലേ? ഇതെന്തൊരു ശല്യാണ് ഈശ്വര. ഫുഡ് ഇൻഡസ്ട്രിയിൽ ഒരു പാവങ്ങളായിട്ട് ഇപ്പോഴും തുടരുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാന കാരണങ്ങളിലൊന്നും നല്ല ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് മോശമൊന്നും ഉപയോഗിക്കൂല. എത്ര ഓപ്ഷൻസ് ഉണ്ടെങ്കിലും ഗോപാലജിക്ക് എന്നെ തീരെ വിശ്വാസമില്ല. എനിക്ക് നിന്നെ മാത്രമേ വിശ്വാസമില്ലാത്തതായി ഉള്ളൂ. നിങ്ങളുടെ ആരോഗ്യത്തിന് ദോഷം വരുന്ന ഒന്നും ഉപയോഗിക്കില്ല നിർബന്ധമുള്ള ആൾക്കാരാണ്. ഉത്തരവാദിത്വം ആരായി പറയുന്നത്? അപ്പന്റെ ആരോഗ്യത്തിന്റെ കാര്യത്തിലെങ്കിലും എനിക്ക് എത്ര ഉത്തരവാദിത്വം? ഒരു ഉദാഹരണം പറയാം. ഞങ്ങൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ 400 ചില്ലറ രൂപയാണ് കഴിഞ്ഞ കുറേ മാസത്തെ വെളിച്ചെണ്ണയുടെ ആവറേജ് വില. അത് ഉപയോഗിച്ച് ചിക്കൻ ഫ്രൈ ചെയ്ത് സ്നാക്സ് ഫ്രൈ പലതിനും ഉപയോഗിക്കുമല്ലോ. ഏതാണോ ഈ മാരണം? പലതരം പാർട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. സൂട്ടും കോട്ടും ഇട്ട പിച്ചക്കാരനെ ഞാൻ ആദ്യമായിട്ട് കാണുക. ആ എണ്ണ ഡിസ്പോസ് ചെയ്യണമല്ലോ. ഉപയോഗിച്ച് കഴിഞ്ഞത് 50 രൂപ ഞങ്ങൾക്ക് വന്നിട്ടാണ് അവരെടുത്തുകൊണ്ട് പോകുന്നത് ബയോഫ്യൂൽ ഉണ്ടാക്കാൻ. ആ വണ്ടിയുടെ ഡ്രൈവർ ഞങ്ങളുടെ ഷെഫിനോട് പറഞ്ഞതാണ്, ഇവിടുത്തെ പല റെസ്റ്റോറൻറ്റുകളും പല ആൾക്കാരും ഞങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ തരുന്ന വിലനേക്കാളും കുറച്ച് കൂടുതൽ ഒന്ന് വാങ്ങിക്കുന്നുണ്ടെന്ന്. അനീതി എവിടെ കണ്ടാലും ഞാൻ എതിർക്കും. ആരായാലും സത്യം ഞാൻ മുഖത്ത് നോക്കി പറയും. അതിനെനിക്കൊരു മടിയില്ല. അവർ അതിനകത്ത് വെളിച്ചെണ്ണയുടെ ഫ്ലേവറും ഉണ്ട്, ഞങ്ങൾ ഉപയോഗിച്ച മസാലയുണ്ട്, എല്ലാം ഉണ്ടായി. അത് ഉപയോഗിച്ച് അവർ കുക്ക് ചെയ്തിട്ട് അവർ വിൽക്കുകയാണ്, റെസ്റ്റോറൻറ്റിൽ വിൽക്കുകയാണ്, ഓൺലൈൻ ഡെലിവറി ഒക്കെ. സ്വിഗ്ഗിയിൽ സൊമാറ്റോയിലും ഉണ്ട് അവര്. കച്ചവടം രംഗബോധമില്ലാത്ത കോമാളിയാണെന്ന് പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട്. ഫിലോസഫി. ഞങ്ങൾ വിൽക്കുന്ന ഡിഷസ് അതിന്റെ പകുതി വിലക്ക് അവർ നിങ്ങൾക്ക് വിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇവരാരും പാവങ്ങളല്ല. ഈ നാറി എനിക്ക് ചെറുപ്പം തൊട്ടേ അറിയാം. വെളിച്ചെണ്ണ വാങ്ങാൻ പോലെ നീ വന്നു നാട്ടുകാരാണ് കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ അപമാനം പറയണ്ടാവില്ല. നിങ്ങളെ കൊല്ലുന്ന ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് കച്ചവടം ചെയ്യുന്ന ഒരു പാവങ്ങളല്ല. അവരെ നിങ്ങളെ തുരന്ന് ജീവിക്കുന്നവരാ. ഈ ഒരു അവസ്ഥയിൽ എങ്ങോട്ടാണ് ഇവരുടെ ഒരു പോക്ക്? സസ്ത്രീ ചെയ്തിട്ട് വരാം.